കൂട്ടുകാരെ സ്നേഹക്കൂട്ട് പുതിയ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നിഖിൽ നമ്മുടെ അച്ചുവിനെ പെണ്ണ് കാണാനും ആ കല്യാണക്കാരെയൊക്കെ സംസാരിക്കാനും വേണ്ടി നമ്മുടെ പ്രതാപനെയും കൂട്ടി വരികയാട്ടോ. അപ്പം നമ്മുടെ അച്ചുവും നിഖിലും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം സെറ്റായി. അപ്പം നമ്മുടെ പൂർണിമാമ്മ നമ്മുടെ പ്രതാപന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മാധവേട്ടന്റെ സ്ഥാനത്ത് നിന്നും ഈ ഒരു കല്യാണം നടത്തേണ്ടത് സേതുവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട്, സേതു എന്തിനെ, ഞാൻ നടത്താലോ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർണിമാമ്മ പറയുന്നുണ്ട്, നീ ഒരിക്കലും അച്ചുവിന്റെ വലിയേട്ടന്റെ സ്ഥാനത്താകില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രതാപന് ചെറുതായിട്ട് കല്ലുകടി പോലെ ആവുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേറൊരു സീൻ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയെ കാണുന്ന അനിയത്തി എത്തുക. നമ്മുടെ പല്ലവിയുടെ അമ്മ പൊതിഞ്ഞുവിട്ട ഒരു പൊതിച്ചോറൊക്കെ ആയിട്ട് ആ ഒരു പൊതിച്ചോറ് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു പൊതിച്ചോറ് ഇങ്ങനെ ആസ്വദിച്ച് പല്ലവിയും പല്ലവിയുടെ പെങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, സേതു എന്തായാലും നല്ലോണം ഈ ഒരു കല്യാണത്തിന് പേരിൽ എന്തെങ്കിലും കള്ളക്കഥയുണ്ട് ചതിയുണ്ടോ എന്നൊക്കെ നല്ലോണം അന്വേഷിക്കും. കാരണം കുറുപ്പ് അതിനുള്ള സൂചനകളൊക്കെ കൊടുത്തിരുന്നു. പ്രതാപൻ ഈ കല്യാണം കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ സേതു നല്ലോണം അന്വേഷിച്ചിട്ട് എന്തായാലും ഈ കല്യാണം നടത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇതിലെ പിന്നിലെ ചതി നമ്മുടെ സേതുവിനെ കണ്ടെത്താൻ സാധിക്കുമോ, ഇനി ഈ കല്യാണത്തിന് തടസ്സം നിൽക്കുമ്പോൾ നമ്മുടെ പൂർണിമാമയും അച്ചുവും കൂടി നമ്മുടെ സേതുവിനെതിരാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.